പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയോടൊപ്പം നമ്മുടെ യാത്ര ഇപ്പോൾ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് ചെറുവക്കുള്ള ശ്രവണ ഹിയറിംഗ് ആഡ് സെൻ്റർ, അതായത് നമ്മുടെ കേൾവി ശേഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ നൽകുന്ന വർഷങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ളൊരു സ്ഥാപനമാണ് ശ്രവണ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാവേലിക്ക് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നേരെ ശ്രവണയിലേക്ക്. മാവേലിയോടൊപ്പം നമ്മൾ ശ്രവണയുടെ നമ്മുടെ എന്താ പറയുക മെയിൻ ഓഫീസ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചോദിച്ചറിയാനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കേൾവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പണ്ട് കാലങ്ങളിൽ കേൾവി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾവി ശേഷിയുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞൊന്നും മനസ്സിലാവും. മൊത്തം ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ മാറി പുതിയൊരു കണ്ടുപിടുത്തത്തിലൂടെ മൊത്തം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾവി ശേഷി ഇല്ലാത്തവർ എന്ന് പറയുന്ന ആൾക്കാരും ഇല്ല. അതാണ് നമ്മുടെ ഈ ഒരു പുതിയ ശ്രവണയുടെ ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത്. ആ പേര് അനസ്. സ്വന്തം സ്ഥലം എവിടെയാ? ഞാൻ ശരിക്കും പട്ടാമ്പിയാണ്, പാലക്കാടാണ്. പാലക്കാട് പട്ടാമ്പിൽ എവിടെയാ? പട്ടാമ്പി പ്രോപ്പർ പട്ടാമ്പിൽ തന്നെയാണ്. പ്രോപ്പർ പട്ടാമ്പിൽ ഏത് പഞ്ചായത്താ? പട്ടാമ്പി പഞ്ചായത്ത്. ഏത് എത്രാം വാർഡ്? മുനിസിപ്പാലിറ്റി. 8ാം വാർഡ്. 8ാം വാർഡ്. ഇപ്പോഴത്തെ ആരാ മെമ്പർ? ആരാ മെമ്പർ? അതിപ്പോ പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. മെമ്പർ ഉണ്ടാവും, എന്തായാലും ഒരു മെമ്പർ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേര്? ബിപിൻ. എവിടെയാ? പയ്യന്നൂർ. ഓക്കെ. ആ പേരെന്താ? എവിടെയാ? പരിയാർ. ആ സഹോദരന്മാരെ പേര് എവിടെയാ? നരിക്കോട്. എടക്കോ. ഓക്കെ. ഇത് മാവേലി ഫ്രം പാതാളം. സന്തോഷം, എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഇങ്ങനൊരു സ്ഥാപനത്തിൽ വരാനും നിങ്ങളെല്ലാം കാണാനും നിങ്ങളുടെ സേവനങ്ങൾ അറിയാൻ പറ്റിയതിൽ സന്തോഷം. അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവർക്കും ഹാപ്പിയാണ്. അപ്പൊ ഇനി എന്താ ശ്രവണയുടെ എന്താ ഇപ്പം നമ്മൾ എത്ര 18 വർഷം ഇപ്പൊ മൊത്തം തുടങ്ങിയിട്ട്? 18 വർഷമായി. നമുക്ക് 18 വർഷമായിട്ട് 20ഓളം ബ്രാഞ്ചിൽ, അതായത് കേരളത്തിലും കർണാടകത്തിലും ഉടനീളമായിട്ട് നമ്മൾ സർവീസ് അനുഷ്ഠിക്കുന്നുണ്ട്. സോ നമുക്ക് മെയിൻലി ഇവിടെ ഉള്ളത് കേൾവി പരിശോധനയുണ്ട്, സ്പീച്ച് തെറപ്പി, കുട്ടികൾക്കും അതേപോലെ അഡൾട്ട്സിനുള്ള സ്പീച്ച് തെറപ്പി കൊടുക്കുന്നുണ്ട്. കൂടാതെ കേൾവി ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കേൾവി സഹായികളും കൊടുക്കുന്നുണ്ട്. അത് നമ്മളെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 8ഓളം ഇന്റർനാഷണൽ ബ്രാൻഡിനുള്ള ഹിയറിംഗ് എയ്ഡ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് 18 വർഷമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. നമ്മളിത് ഇയറിംഗ് സംഭവത്തിന് ആ ഒരു സംഭവത്തിന് ഏറ്റവും ചെറിയ പൈസ, ഏറ്റവും മിനിമം ചാർജ് എത്ര വരുന്നതായിരുന്നു? നമുക്കതിൽ പല മോഡൽസ് വരുന്നുണ്ട്. ഏറ്റവും ബേസ് നമ്മളിപ്പോൾ ഇത്രയും ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും ബേസിക് മുതൽ ഏറ്റവും പ്രീമിയം വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഡിജിറ്റലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 20,000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതങ്ങനെ ഒരു 8 ലക്ഷം രൂപ വരെ പോകുന്നുണ്ട്. അതതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ പ്രൈസ്. വലിപ്പം കുറയുന്നതനുസരിച്ചിട്ട് കാശ് കൂടുമോ കുറയോ? ഇല്ല, അതിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പ്രൈസ് എല്ലാം സെയിം. അതിന്റെ ക്വാളിറ്റിക്കാണ് പ്രൈസ് മാറുന്നത്. പുതിയ എന്താണ് നിങ്ങളുടെ ഈ ഒരു വർഷം എന്താണ് പുതിയ സംഭവം? ഇപ്പൊ ഒരു പുതിയ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, ഇത് പുറത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉള്ളിലോട്ട് വെക്കാൻ പറ്റുന്നത് തന്നെ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് ആണ്. ഇതിൽ നമുക്ക് പാട്ട് കേൾക്കാം, ഇതിൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാം. അത് നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എങ്ങനെയാണോ അതേപോലെ നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാം. നമ്മൾ കേൾവി ശേഷി കുറവാണ്, അതിനു വേണ്ടി വെക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് ആർക്കും മനസ്സിലാവില്ല. അതെ, ഇത് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നതിന് ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് എവിടെയാണ്? കർണാടകയിലാണോ കേരളത്തിലാണ്? കേരളത്തിലാണ്. നമ്മൾ തളിപ്പറമ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസും തളിപ്പറമ്പ് തന്നെയാണ്. ലാസ്റ്റ് തുടങ്ങിയത് എവിടെയാണ്? നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കരുവഞ്ചാലാണ്. ഏറ്റവും ലാസ്റ്റ് തുടങ്ങി. അതിന് തൊട്ട് മുന്നേ നമ്മൾ മംഗലാപുരം. നമ്മൾ പുതിയ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് 2-3 ക്ലിനിക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട്, റിനോവേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയ ലോഞ്ച് വരുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മൾ ഒരു ക്ലിനിക്കും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കലൂരിൽ. അപ്പൊ എന്തായാലും കാലത്തിനനുസരിച്ച രീതിയിൽ നമ്മുടെ ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആധുനിക കാര്യങ്ങളും നമ്മുടെ തന്നെ ശ്രവണയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കണ്ണൂർ വിഷൻ്റെയും മാവേലിയുടെയും ഓണാശംസ നേരിട്ടോടൊപ്പം ഇനി ശ്രവണയുടെ വകയായിട്ട് കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഓണാശംസ പറയാം. സോ ശ്രവണന്റെ സൈഡിൽ നിന്ന് നമ്മളെല്ലാവരും റെപ്രസെന്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.